മലപ്പുറം ജില്ല എപ്പോഴും UDFിൻ്റെ പൊന്നാപുരം കോട്ട തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ചിലയിടങ്ങളിൽ കാലിടറി എന്നുള്ളത് സത്യമാണ്. കോൺഗ്രസിന് എപ്പോഴും പരാതികളും പരിവട്ടങ്ങളും പറയാൻ ബാക്കിയുണ്ടാകുന്നൊരു ജില്ല കൂടിയാണ് മലപ്പുറം. പാണക്കാട് തങ്ങന്മാരുടെയും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളുടെയും ഇടയിൽപ്പെട്ട് എരിഞ്ഞവരുകയാണോ കോൺഗ്രസ് മലപ്പുറത്ത് എന്നൊരു സംശയം പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്നു. ആര്യാടൻ മുഹമ്മദൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ നീരസം പരസ്യമായി പ്രകടിപ്പിക്കാറുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ UDFിലെ അനൈക്യം കാരണമായിരിക്കാം മലപ്പുറത്തിൻ്റെ മണ്ണിൽ ചില കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രന്മാർ വേരുറപ്പിച്ചത്. അതും പഴയ കോൺഗ്രസ് ലീഗ് നേതാക്കളായിരുന്നവർ തന്നെ. അങ്ങനെയാണ് KT ജലീലും അബ്ദുൾ റഹിമാനും PV അൻവറുമൊക്കെ MLA ആയി മാറിയതും മന്ത്രിമാരൊക്കെ ആയതും. അങ്ങനെ തന്നെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മലപ്പുറം ചുവന്ന് തുടിക്കുമായിരുന്നു. അതിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അത്ഭുതം എന്ന് തോന്നിക്കുന്ന തരത്തിൽ മലപ്പുറത്ത് മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ ആരുടെ ഇടപെടൽ ഉണ്ടായതെന്നോ അല്ലെങ്കിൽ ആരുടെ ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ച ഉണ്ടായതെന്നോ അറിയില്ല. എങ്കിലും മലപ്പുറത്ത് UDF സംവിധാനം അതിശക്തമായി മാറിക്കഴിഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവും അതുപോലെ VS ജോയി നയിക്കുന്ന കോൺഗ്രസ് നേതൃത്വവും വളരെ പക്വതയോടെ ഒരുമിച്ച് നീങ്ങിത്തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ UDF നേതൃത്വം ഉറപ്പിച്ചു പറയുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടുന്ന വലിയ വിജയത്തിനപ്പുറം ആകെയുള്ള 16 സീറ്റിൽ നിയമസഭയിൽ 16 സീറ്റും നേടുമെന്നുള്ള കാര്യം. അതിൽ മുസ്ലിം ലീഗാണ് 12 സീറ്റുകളിലും നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. അതിൽ താനൂർ മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായി PK ഫിറോസ് വെറും 900-ൽ പരം വോട്ടിന് തോറ്റതൊഴിച്ചാൽ മുസ്ലിം ലീഗിന് അങ്ങനെ പറയാനൊരു പരാജയമില്ല. പക്ഷേ 4 സീറ്റ് ലഭിക്കാറുള്ള കോൺഗ്രസ് 2021-ൽ ആ 4-ൽ 3 സീറ്റിലും തോറ്റു. വണ്ടൂരിൽ അനിൽകുമാർ മാത്രമാണ് വിജയിച്ചത്. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ പിടിച്ചു, അത് വേറെ കാര്യം. അങ്ങനെ 4-ൽ 3 സീറ്റുകളും തോൽക്കുമ്പോൾ അത് മുസ്ലിം ലീഗിനെ സംശയിക്കുന്നത് സ്വാഭാവികമാണ്. അവർ സഹായിച്ചില്ല എന്നുള്ളൊരു ദുഃഖം കോൺഗ്രസിനുണ്ട്. പക്ഷേ അത് പ്രവർത്തകരുടെ മനസ്സിൽ വലിയ വിടവുണ്ടാക്കാതെ തന്നെ ശരിയാക്കിയെടുത്തതാണ് ഇത്തവണ കാണാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. കോൺഗ്രസ് മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ തീരുമാനമായി എന്നാണ് അറിയുന്നത്. അതിൽ സിറ്റിംഗ് MLA-മാരുള്ള നിലമ്പൂരിലും വണ്ടൂരിലും സ്ഥാനാർത്ഥി മാറേണ്ടുന്നൊരാവശ്യമില്ല. എന്നാൽ കുറേ കാലമായി തോൽക്കാറുള്ള തവനൂരും പൊന്നാനിയും സ്ഥാനാർത്ഥികളുടെ സാധ്യതകൾ പുറത്തു വിട്ടു കഴിഞ്ഞു. 2-ലും KPCC ജനറൽ സെക്രട്ടറിമാരാണ് മത്സരിക്കാൻ പരിഗണനയിലുള്ളത്. അതിൽ തവനൂരിൽ സന്ദീപ് വാര്യരുടെയും പൊന്നാനിയിൽ KP നൗഷാദ് അലിയുടെയും പേരുകളാണ് പറയുന്നത്. മണ്ഡലത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് അവർ പണി തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇത്തവണ തർക്കങ്ങളില്ലാത്ത കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം തന്നെ അവർക്ക് വലിയ വിജയം സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. മാത്രമല്ല, സന്ദീപ് വാര്യർ എന്ന നേതാവ് കോൺഗ്രസിൻ്റെ തുരുപ്പ് ചീട്ടാണിപ്പോൾ. തവനൂർ പോലെയുള്ള മുസ്ലിം വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് വിജയം എന്ന് പറയുന്നത് സുനിശ്ചിതമാണ്. അതുപോലെ KT ജലീൽ മത്സരിക്കാൻ തയ്യാറായാൽ അത് മുസ്ലിം ലീഗിനും ഒരു മധുര പ്രതികാരമാകും. സന്ദീപ് വാര്യരെ വെച്ച് തന്നെ പകരം വീട്ടുകയും ചെയ്യും. സന്ദീപ് വാര്യർ കേരളത്തിൽ തന്നെ ഒരു താരപ്രചാരകൻ എന്ന നിലയ്ക്ക് മലപ്പുറത്തിൻ്റെ മണ്ണിലുള്ള വിജയം കോൺഗ്രസിന് വലിയ ശക്തിയാകും നൽകുക. അതുപോലെ തന്നെയാണ് പൊന്നാനിയും. വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന പൊന്നാനിയുടെ മണ്ണും മനസ്സും കീഴടക്കിക്കൊണ്ട് KP നൗഷാദ് അലി നടത്തുന്ന മുന്നേറ്റം മലപ്പുറത്ത് സൂക്ഷിച്ചിരുന്ന ഇടതുകോട്ടയെ തകർത്തെറിയുമെന്നത് പലരും സമ്മതിക്കുന്നത് തന്നെയാണ്. ഏതായാലും മുസ്ലിം ലീഗും കോൺഗ്രസും ഒരമ്മ പെറ്റ 2 മക്കളാണെങ്കിലും ഒത്തൊരുമ ഇല്ലാതിരുന്ന നിമിഷങ്ങൾ അവരെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാൽ കൂടെപ്പിറപ്പുകൾ ഒന്നായാൽ ഒരാൾക്കും തടുക്കാൻ കഴിയാത്ത വിജയമായിരിക്കും അവിടെ ഉണ്ടാകുക എന്ന ചരിത്ര സത്യമാണ് ഇത്തവണ മലപ്പുറത്ത് സംഭവിക്കാൻ പോകുന്നത്. പരസ്പരം ചെളിവാരിയെറിയുന്ന നശിച്ച രാഷ്ട്രീയം പഴങ്കഥയായിക്കൊണ്ട് ഹൃദയം കൊണ്ട് ചേർത്ത് പിടിച്ചതോടെ മലപ്പുറം 16-16 എന്ന ചരിത്രം കുറിക്കാൻ പോവുകയാണ്. ഒപ്പം നിലമ്പൂരും വണ്ടൂരും നിലനിർത്തുകയും പൊന്നാനിയും തവനൂരും പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും ദൗത്യമായി മാറിയിരിക്കുന്നു. അതോടെ UDFിൻ്റെ ശക്തിയുടെ ഉത്ഭവ കേന്ദ്രമായി വീണ്ടും മലപ്പുറം മാറുകയാണ്.